ഹായ്, വെൽക്കം ബാക്ക് ടു സിനിമ ഷോർട്സ്. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഒരു നൈറ്റ് ഹോളാണ്. അപ്പം ഞങ്ങൾ ഒരു നൈറ്റ് ഹോൾ നേരത്തെ ചെയ്തൊരു അവസാനത്തെ സെയിലാണ് തോന്നുന്നു, പിങ്ക് ഫ്രൈഡേ സെയിൽ. അതെ, അപ്പം ഇത് ഈ പ്രാവശ്യം വന്ന ഈ ലാസ്റ്റ് മന്ത് വന്ന ഒരു പിങ്ക് ഫ്രൈഡേ സെയിൽ ബേസ് ചെയ്ത്. അപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര എസെൻഷ്യൽ സാധനങ്ങളാണ്. എനിക്ക് പുതിയതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ എല്ലാ നെസസറി സാധനങ്ങളും തീർന്നു, എംറ്റി ആയിരുന്നു. അപ്പം ഞാൻ അത് റീഫിൽ ചെയ്തു, അത്രേ ഉള്ളൂ. ബേസിക്കലി എൻ്റെ ഫേവറേറ്റ് ഷാമ്പൂ ഇത് അരോമ മാജിക്കിൻ്റെ ഒരു ഷാമ്പൂ ആണ്. ഇത് സൾഫേറ്റ് ഫ്രീ, സിലിക്കോൺ ഫ്രീ, അങ്ങനെ ആ ഒരു കാറ്റഗറി പോകുന്ന ഒരു ഷാമ്പൂ. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇതിന് അറൗണ്ട് 200 ഒക്കെ ഉള്ളൂ. ഞാനിത് പല ടൈപ്പ് ഷാമ്പൂ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ ഷാമ്പൂവിൻ്റെ അത്ര ഫേവറേറ്റ് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് വേറൊരു കണ്ടീഷണറാണ്. ഇത് പിൽഗ്രിമിൻ്റെ കണ്ടീഷണറാണ്. എനിക്കറിയില്ല എങ്ങനെയുണ്ടെന്ന്, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇതുപോലെ ഞാൻ എസെൻഷ്യലായിട്ട് എനിക്കിപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല, എൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ മോയ്സ്ചറൈസർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഭയങ്കര ഹൈപ്പുള്ള കോസ്റ്റാറക്സിൻ്റെ ഒക്കെ. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് വരുന്നത് സെറാവയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതിൻ്റെ ഒരു ഭയങ്കര കട്ടിയുള്ള, ഭയങ്കര ഡ്രൈ സ്കിന്നുള്ള ഒരു വേർഷനും ഉണ്ട്. പിന്നെ ഈ ഒരു വേർഷനുണ്ട്. ഇത് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ്, ഭയങ്കര നല്ല കൺസിസ്റ്റൻസി, എൻ്റെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വേരിയൻറ്റ് ഒരു കുഞ്ഞി ബോഡി ലോഷൻ കൂടെ സെറാവിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫേസ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ്, ചെറിയൊരു സാമ്പിൾ. ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സാധനമാണ്, പവർ എസെൻസ് സ്നെയിലിൻ്റെ. ഇത് 1450 ആണ് ആക്ച്വൽ പ്രൈസ്. എനിക്ക് 900 സംതിങ്ങിന് കിട്ടി സെയിലിൽ. അപ്പോൾ ഞാൻ കാർട്ടിലിട്ട് കുറേ ദിവസം നോക്കിയിരുന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കായിരുന്നു പൈസ കുറഞ്ഞത്, അപ്പോൾ വാങ്ങിയാണിത്. പിന്നെ ഇത് കോളേജ് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, മദ്രാസ് കാപ്പി നൈക്കയുടെ. പിന്നെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എൻ്റെ പ്രൊഡക്റ്റ് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഞാൻ മികച്ച ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നൈക്കയുടെ ഗ്ലോസ് ഇടുക. ഇതൊരു PH ഫോമിലുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. ആക്ച്വലി എനിക്ക് നൈക്കയുടെ ഷോറൂമിൽ പോയി ഭയങ്കര ഇഷ്ടപ്പെട്ട് പോയി മേടിച്ചതാണ്. ഞാൻ അവിടെ നല്ല മേടിച്ചത്, ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈൻ നോക്കിയപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായി. എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ 400 സംതിങ് അത്രയായി. ഭയങ്കര യൂഷ്വലി എല്ലാ PH ലിപ് ഗ്ലോസുകളും മജന്ത കളറാണ്. ഇതൊരു BB പിങ്ക് ആക്കും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ ഞാനൊരു ലിപ് പെൻസിൽ മേടിച്ചു, ലിപ് ക്രയോൺ പെൻസിൽ മേടിച്ചു, ലിപ് ലൈനർ മേടിച്ചു, പാക്കിൻ്റെ മൗ ഷെയ്ഡിലുള്ള. പിന്നെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ജെല്ലാണ്. ഇതും ഞാൻ റീസ്റ്റോക്ക് ചെയ്തത്, എൻ്റെ എല്ലാം റീസ്റ്റോക്കിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ എനിക്ക് പല പറയാൻ. വൺ ഓഫ് ദ കേളി ഹെയർ ഫോം മെത്തേഡ് ഫോളോ ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. ഭയങ്കര അടിപൊളിയാണ്, ഫ്ലാക്സീഡ് ജെല്ല്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ നൈക്ക ഹാളിൽ ഞാൻ ഇതിൻ്റെ പ്ലം വേരിയൻറ്റ് വാനില വേരിയൻറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ അപ്പം ഞാൻ ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഈ പ്രാവശ്യം സെയിലിൽ നോക്കിയപ്പോൾ മാഷ്മെലോ ഒരു ബോഡി ലോഷൻ കണ്ടു. ഇതും നല്ല സ്മെല്ലാണ്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയില്ല, പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊന്നും സ്മെല്ല് വാനിലയുടെ കുറച്ചുകൂടി നല്ലതാണ്. ഇത് അറിയില്ല, ട്രൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എനിക്ക് ഇതൊട്ടും ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു. എനിക്ക് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കാണില്ല, അപ്പോൾ അത് കണ്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിച്ച ഐറ്റമാണ് ബനാന പൗഡർ. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ബനാന ലൂസ് പൗഡറാണ്. ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്, പക്ഷെ എനിക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ മേക്കപ്പിൽ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ പോലെ എനിക്ക് തോന്നി. ഞാൻ പ്രത്യേകിച്ച് കൺസീലർ, മേക്കപ്പിൽ കൺസീലർ മാത്രമേ ഇടും, ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ടോപ്പപ്പ് ചെയ്ത് ഇടുന്നൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ ഭയങ്കര നന്നായിട്ട് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. 212 റുപ്പീസ് ഒന്നും തന്നെ മേടിച്ചത്, പക്ഷെ ആ ഒരു ഭയങ്കര നല്ല വേർത്തായിട്ടുള്ളൊരു പർച്ചേസ് ആയിരുന്നു. ഇത് ഡ്രൈ സ്കിന്നിനെ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇവരുടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഭയങ്കര കോംപ്ലിമെന്റ്. നന്നായിട്ട് മോയ്സ്ചറൈസ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ലൈൻസിൽ കയറി ഇങ്ങനെ ഇരുന്നാൽ അത് ഭയങ്കര ഒരു കേക്കി എഫക്റ്റ് വരും.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഇടാൻ പാടും. ഇത് ഓർഡിനറിയുടെ നൈസിനിമേഡ് സിറമാണ്. ഇത് ഞാൻ എൻ്റെ മുഖത്തെ പാട് പോകുന്നതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണം എന്താണെന്ന് നോക്കി ഗൂഗിളിൽ നോക്കിയപ്പോൾ നൈസിനിമേഡ് നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പം നല്ലപോലെ പാട് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എന്നിട്ട് തന്നെ എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വാങ്ങിയത് ഈ ഷാമ്പൂവും കണ്ടീഷണറും. ഇതെൻ്റെ ഒരു കൊളീഗ് സജസ്റ്റ് ചെയ്തായിരുന്നു. ഇത് ഒരെണ്ണം 300 സംതിങ് ആണ് ശരിക്കുള്ള പ്രൈസ്. എനിക്ക് 200 സംതിങ്ങിന് കിട്ടി. ഇതും അതെ. ഇതും ഞാനിപ്പോൾ ഒരു 1 ടൈം യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മെല്ലും പിന്നെ എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ല. ഇത് ലാമേലിൻ്റെ ഒരു മസ്കാരയാണ്, കൾട്ട് വേരിയന്റിലുള്ള. ആക്ച്വലി ഇത് ഞാൻ കുറെ റിവ്യൂ നോക്കിയിട്ട് അധികമൊന്നും കണ്ടില്ല. ഇത് വലിയത്തെ ബ്രാൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇന്ത്യൻ റിവ്യൂസ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ ആക്ച്വലി മേടിച്ചതിൻ്റെ പാക്കേജിങ് ആണ്, ഭയങ്കര ഒരു എലൈറ്റ് ലുക്ക് അല്ലേ, അതുകൊണ്ട് മാത്രം ഇത് മേടിച്ചു. ഞാൻ ഇതുവരെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം. പിന്നെ ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. കോസറെക്സിൻ്റെ മാസ്റ്റർ പാക്ക്. ഒരു ഈ വൈറ്റ് കളർ പിമ്പിൾസ് ഒക്കെ വരുവാണെങ്കിൽ ഈ നോർമൽ റെഡ് കളർ പിമ്പിൾ ഒന്നും വർക്ക് ചെയ്യില്ല, അല്ലാതെ ഒരു വൈറ്റ് കളർ ഈ എന്താ പസ്സുള്ള പിമ്പിളിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും ഓവർനൈറ്റിൽ. എനിക്ക് എൻ്റെ എല്ലാ വൈറ്റ് പിമ്പിൾസിനും ഇത് ഓവർനൈറ്റ് എപ്പോഴും വർക്ക് ചെയ്യും. രാവിലെ കഴിക്കുമ്പോൾ ഫുൾ ക്ലിയർ ആയിട്ട് അങ്ങനെയാണിത്. ഇത് എനിക്കൊരു 224 ആ ഒരു റേറ്റിനാണ് കിട്ടിയത്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഇതിൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് ആക്ച്വലി. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് എൻ്റെ മോയ്സ്ചറൈസറാണ്. ഡെർമാക്കോയുടെ ആണ്. ഡെർമാക്കോ ഈസ് ലൈക്ക് എനിക്കൊരു വൺ ഓഫ് ദ ട്രസ്റ്റഡ് ബ്രാൻഡാണ്. ഞാൻ ഭയങ്കര ബോട്ടിലൊക്കെ എം ടി ആവുമ്പോൾ വേറെ പരീക്ഷിക്കാൻ താല്പര്യമില്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങുന്ന ഒരു ഇതാണ്. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഇത് അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് പോകും. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇവരുടെയൊക്കെ കയ്യിൽ ആരുടെ പേര് കണ്ട പോലെ തോന്നി. ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ C+ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് പൊട്ടിച്ചിട്ടുമില്ല. ഞാൻ ഇതും ട്രൈ ചെയ്യിക്കണം. ഇത് ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചത് ഒരു ലിപ് ലൈനറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ 2-in-1 ലിപ് ലൈനർ ലിപ് ഫില്ലർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ് ലൈനറാണ്. എനിക്ക് ലിപ് ലൈനർ ശരിക്കും ആവശ്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ സെയിൽ ചെയ്തപ്പോൾ ബ്രാൻഡ് പോയി മേടിച്ചത്. ഇത് എല്ലാ ഐറ്റംസും അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നോർമൽ ലിപ് ലൈനേഴ്സ് പോലെയല്ല. ഇതിൻ്റെ ഒരു ക്രയോൺ പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഫിൽ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് ഭയങ്കര പിഗ്മെന്റേഷൻ, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പർച്ചേസ് ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ വെറുതെ കയ്യിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ മാറ്റാൻ നോക്കിയിട്ട് ഞാനത് കാണിച്ചപ്പോൾ ആദ്യമേ വാളുവിനെ കാണിച്ചപ്പോൾ അവളത് മാറ്റാൻ നോക്കിയിട്ട് മായുന്നില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ മേക്കപ്പ് റിമൂവർ ഇട്ടാൽ പെട്ടെന്ന് പോവുകയും ചെയ്യും. മറ്റേ ഭയങ്കര ഒരു എന്താ ഈ ചില ലിപ്സ്റ്റിക് ഒക്കെ ഇല്ല, എത്ര മായ്ച്ചാലും പോകില്ല. അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ച് പ്രോപ്പറായിട്ട് കളഞ്ഞാൽ പ്രോപ്പറായിട്ട് പോകും. നല്ലൊരു പർച്ചേസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാനൊരു 120, 100, 115 ആ ഒരു ഭയങ്കര ചീപ്പായിട്ട് വാങ്ങിച്ചാണ്. പക്ഷെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഫേസ് ഷീറ്റ് ഇത് ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 500 ആളാണ്. എനിക്കിപ്പം 300 സംതിങ്ങിന് ഇത് 5 കിട്ടി. സെയിൽ മാത്രം. ഫാൻസി ആയിട്ടുണ്ടല്ലേ ഓരോരോ സൈറ്റുകളുണ്ട്. സ്ട്രോബെറി, ഗോൾഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ട്രോബെറിയുടെ. ഇത് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് പോലെ ഇഷ്ടപ്പെട്ടു. പ്ലസ് ഹൈഡ്രോണിക് ആസിഡ്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ രാവിലെ ഇതിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫേസിൽ ഫീൽ ചെയ്യാൻ പറ്റും. അടുത്ത പ്രൊഡക്റ്റ് മേക്കപ്പ് റെവല്യൂഷന്റെ ഐബ്രോ പാലറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് വാക്സ് വരുന്നുണ്ട്, പിന്നെ 3 ഷെയ്ഡ്. ഈ വൈറ്റ് ഷെയ്ഡ് എന്താ എനിക്ക് മനസ്സിലായില്ല. ഇതൊരു ഡാർക്ക് ബ്രൗണും ഒരു ലൈറ്റർ ബ്രൗണും ഉണ്ട്, ഒരു വാക്സും ഷെയ്ഡ്. ഒരു വാക്സ് ആണ്. നമുക്ക് വാക്സ് ഉണ്ട്, അതല്ലാതെ വേറെ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇത് ഒരു അറൌണ്ട് 292 ആ ഒരു റേഞ്ചിൽ കിട്ടിയതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യും. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പെൻസിലിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ പാലറ്റ് ആണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് പ്രിസൈസ് ആയിട്ട് എല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഐബ്രോയിൽ. ഞാൻ സജസ്റ്റ് ചെയ്യും. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞങ്ങൾ അടിയിലിടും. അപ്പോൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഓടിപ്പോയി അത് ഞെക്കിയ നേരെ സൈറ്റിൽ കയറാം. മോസ്റ്റ് റെക്കമെൻഡഡ് പ്രോഡക്ട്സ് ഓരോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചു. ഞാൻ എപ്പോഴും സജസ്റ്റ്, ഞാനിതൊരു 4-5 പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഷാമ്പു. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഷാമ്പു. ഞാൻ ഇവരെ കൊണ്ട് നിർബന്ധിച്ച് യൂസ് ചെയ്യിച്ചു ഒരു ദിവസം. ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല റേറ്റും കുറവാണ്.
എന്താ ഒരു പോപ്പുലർ അല്ല അത്. അത്ര ഒട്ടും പോപ്പുലർ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും പിന്നെ സ്ട്രെസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഹെയറിന് നല്ലതാണ്, അത്ര കെമിക്കൽസ് ഉള്ള ഷാമ്പു അല്ല. ഞാനിത് ഭയങ്കരമായിട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരോടും പറയും. എൻ്റെ മസ്റ്റ് ട്രൈ ഈ സറാബയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു തേർഡ് പർച്ചേസ് എന്തോ ആണ്. ഞാൻ ഇത് തുടങ്ങിയ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ ഞാൻ വേറെ ഒന്നിലോട്ട് നോക്കിയിട്ടില്ല. ഞാൻ വേറെ പല മോയ്സ്ചറൈസർ ആദ്യം ഉപയോഗിച്ചപ്പോൾ ഇത് കൊള്ളാം, ഇതാണ് സൂപ്പർ, ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടും ഒരു സെക്കൻഡ് തേർഡ് പർച്ചേസ് ആകുമ്പോൾ എനിക്ക് മടുക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ എനിക്കുണ്ടായിരുന്ന ആ ഒരു ചേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് മാത്രമാണ് എനിക്ക് ഉപയോഗിച്ചതിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. ഞാൻ ഭയങ്കരമായിട്ടും എൻ്റെ പോലെ ഒരു ഓയിലി സ്കിൻകാർക്ക് ഞാൻ നന്നായി സജസ്റ്റ് ചെയ്യും. എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഓർഡിനറിയുടെ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇത് നൈസിനിമേഡ് സെറം. മുഖത്ത് കുരു വന്നിട്ട് അത് കഴിഞ്ഞ് പാടുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് നല്ല നല്ല ഡിഫറൻസ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യും. അതുപോലെ പോഴ്സ് ഉള്ളവർക്ക് നൈസിനിമേഡ് ഭയങ്കര നല്ലതാണ്. എൻ്റെ ക്ലാരിറ്റി പെട്ടെന്ന് ചെയ്യുന്നു. എൻ്റെ ഫേവറേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഈ പാച്ച്, കോസ്മെറ്റിക്സിന്റെ ഈ പാച്ച് ഒരു 24 കിട്ടും, 24 പാച്ചസ് കിട്ടും. ഇത് മസ്റ്റ് ട്രൈ ആണ്. അതേപോലെ തന്നെ പാച്ച് ഒട്ടിക്കാത്ത ദിവസങ്ങൾ കുറവാണ്. അതെ അതെ, ആക്ച്വലി അത് കുറെ ഒട്ടിച്ചിട്ടുണ്ട് ഫേസ്. ഇത് പറഞ്ഞ റെഡ് കളർ ആയിട്ടുള്ള അല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾ വർക്ക് ചെയ്യില്ല. ഈ വൈറ്റ് കളറില്ലേ, വൈറ്റ് കളർ പിമ്പിൾസ്, അങ്ങനത്തെ പിമ്പിൾസാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുള്ളൂ. ഇത് മസ്റ്റ് ട്രൈ ആണ് അങ്ങനെ പിമ്പിൾസ് വരുന്നവർക്ക്. പിന്നെ എൻ്റെ മസ്റ്റ് ട്രൈ ഐറ്റം ഈ ലിപ് ഗ്ലോസ് ആണ് എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ. അപ്പം ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ പ്രൊഡക്ട്സും റിവ്യൂ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറയുക, ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.